ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമൊക്കെ മാറി ഇനി നമ്മൾ ചീരയാണ് നടാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ഗ്രോ ബാഗ് ഒരുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ പീച്ചിൽ നട്ട ഗ്രോ ബാഗാണ്. നമ്മൾ അതിൻ്റെ വേരും ചെടിയെല്ലാം പറിച്ച് കളഞ്ഞു. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗുകളാണ് നടന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗ്രോ ബാഗിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ന്യൂട്രിമിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. സുമാഷി സീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിത് പൊട്ടിക്കാം. ചുമന്ന ചീരേൻ്റെ വിത്താണ് കേട്ടോ. നമ്മൾ ചീര വിത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് പറിച്ച് നടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നടുന്നത്. ഇച്ചിരി വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളതിൻ്റെ മുകളിലൂടെ ഇച്ചിരി പുട്ടൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് ചീരവിത്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ കുറച്ച് ചീരവിത്ത് നിലത്ത് നട്ട് നോക്കുന്നുണ്ട്. പച്ചച്ചീരയാണ് കേട്ടോ നടുന്നത്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഒരു കപ്പളം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ചീര നടുന്നത്. ഇതാണ് കേട്ടോ പച്ചച്ചീരയുടെ വിത്ത്. ഒരു പാക്കറ്റിന് 30 രൂപയാണ് വില. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് നമ്മൾ വിതറുകയാണ്. നമുക്കത് വിതറി കൊടുക്കാം. ചീരകൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ രീതി ഇതുപോലെ പൂവാലി വെച്ച് വെള്ളം ഒഴിക്കുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നട്ട ചീര. നല്ല ഉഷാറായി വളർന്നിട്ടുണ്ട്. നല്ല ചുവന്ന ചീരയാണ് കേട്ടോ. ചീരയൊക്കെ നടാൻ പറ്റാത്തവർക്ക് ഗ്രോ ബാഗിൽ നട്ടാലും കുഴപ്പമില്ല, വളരും. എല്ലാം നട്ടതെല്ലാം കിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലതൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി. ഇതാണ് കേട്ടോ മയിൽപ്പീലി ചീര. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് തണ്ട് വെട്ടിക്കളഞ്ഞാൽ പോലും വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെട്ടി കറി വെച്ചതായിരുന്നു. എങ്കിലും വീണ്ടും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ബൈ ബൈ.